മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. തരീശ് സ്വദേശി ചിറ്റോണ്ടൻ ജംഷീറാണ് മരിച്ചത്. കേരള കുണ്ട് മേഖലയിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് സൂചന. തുടർന്ന് നാട്ടുകാർ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെയാണ് കരുവാരക്കുണ്ട് വനമേഖലയിൽ തരിശ് സ്വദേശിയായ ചിറ്റോണ്ടൻ ജംഷീർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ഇയാൾ അവിടെ ആ സ്ഥലം നോക്കാനും മറ്റും പോയി എന്നാണ് കേൾക്കുന്നത്. ഇതിൽ അപ്പോൾ അദ്ദേഹം എന്തിന് ഈ വനമേഖലയ്ക്ക് പോയി എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തത വരാനുണ്ട്. ഇയാൾ ടാപ്പിംഗ് തൊഴിലാളിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു മേഖലയിൽ ടാപ്പിംഗ് ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ റബ്ബർ ടാപ്പിംഗ് ഒക്കെ നിർത്തിവെച്ച സമയം കൂടിയാണ്. ഒരുപക്ഷെ സ്ഥലക്കച്ചവടത്തിൻ്റെ ഇടപാടുകളും ഇയാൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ഥലം നോക്കാൻ പോയതാണെന്ന തരത്തിലും ചില കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിന് അദ്ദേഹം അവിടേക്ക് പോയി എന്നത് വ്യക്തമായിട്ടില്ല. അവിടെ ഈ ഉൾക്കാട്ടിനോട് ചേർന്നാണ് ഈ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. നെഞ്ഞിൽ ചവിട്ടുകയായിരുന്നു. നെഞ്ഞിലേറ്റ പരിക്കാണ്, ഈ ചവിട്ടിൽ ഉണ്ടായ പരിക്കാണ് മരണത്തിന് നയിച്ചത്. തുടർന്ന് വിവരമറിഞ്ഞ് നാട്ടുകാരാണ് ഇദ്ദേഹത്തെ കരുവാരക്കുണ്ടിലേക്ക് എത്തിച്ചത്. പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല. എന്നാണെങ്കിൽ വലിയ ആശങ്ക ഈ ഒരു മേഖലയിൽ വന്യജീവി ശല്യം തുടർച്ചയായി ഉണ്ടാകുന്നത് വലിയ ആശങ്ക ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് തീർക്കുന്നത്. അതേക്കുറിച്ചാണ് പ്രദേശവാസികൾക്കും പങ്കുവെക്കാനുള്ളത്. ഇവർ മരം നോക്കാൻ വേണ്ടി പോയതാണ്. മരം നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് ആനക്കൂട്ടം വരെ ഓടിച്ച് അങ്ങനെ സംഭവിച്ചാണെന്ന് പ്രാദേശികമായിട്ട് കിട്ടിക്ക് വരാം. മറ്റുള്ള ഇവരെ കൂടെ ഉണ്ടായത് രണ്ടുപേരും ചോദിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇതേക്കുറിച്ച് വനം വകുപ്പ് പറയുന്നത് സംഭവത്തിൽ കുറച്ചുകൂടി വ്യക്തത കൈവരണമെന്നാണ് വനം വകുപ്പ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാളെ പ്രദേശത്തെ ടാപ്പിംഗ് തൊഴിലാളിയല്ല. എന്തിനവിടേക്ക് പോയി എന്നുള്ളത് അന്വേഷണത്തിൽ അറിയേണ്ടതാണ്. ഒരുപക്ഷെ സ്ഥലം നോക്കാനോ മറ്റോ പോയതാകാമെന്ന സൂചനകളാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് ലഭിക്കുന്നത്. ഇതിലൊരു വ്യക്തത ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് DFOയും അറിയിക്കുന്നത്. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടെ രണ്ടുപേര് വേറെ ഉണ്ടായതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രണ്ടുപേരെ പറ്റിയുള്ള വേറെ ബോട്ട്സ് എവിടെ വെച്ചാണ് കറക്റ്റായിട്ട് കൃത്യം നടന്നത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് ലഭിക്കാനുണ്ട്. ജംഷീറിന്റെ കുടുംബം കൊണ്ടോട്ടിയിൽ നിന്ന് മുമ്പ് കരുവാരക്കുണ്ടിലേക്ക് എത്തിയതാണ്. ഇയാളവിടെ പല ജോലികളും ലോഡിങ്ങും തുടങ്ങി പല ജോലികളും ചെയ്ത് ജീവിക്കുന്ന ആളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ ഈ ഒരു സമയത്ത് എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാണെങ്കിലും പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരിയിലേക്കാകും കൊണ്ടുപോവുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.